നമസ്കാരം. ഒരു അപകടമുണ്ടായാൽ അതിന്റെ പേരിൽ പുതിയ പരിഷ്കാരങ്ങൾ അടിച്ചേൽപ്പിക്കുന്ന പതിവ് ഇത്തവണയും സർക്കാർ തെറ്റിച്ചില്ല. ബോട്ടപകടമുണ്ടായപ്പോൾ ബോട്ട് സർവീസ് തടഞ്ഞും ടൂറിസ്റ്റ് ബസ് അപകടത്തിൽപ്പെട്ടപ്പോൾ വാഹനങ്ങൾക്കാകെ വെള്ള പൂശാൻ ഉത്തരവിറക്കിയും ഇത്തരത്തിൽ മുമ്പും ചില ഇടപെടലുകൾ സർക്കാരിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ട്. ഒരാളുടെ വാഹനം മറ്റൊരാൾ ഓടിക്കാൻ പാടില്ലെന്ന് പറഞ്ഞ ട്രാൻസ്പോർട്ട് കമ്മീഷണർ നാഗരാജുവിന്റെ അറിയിപ്പ് വിവാദമായതിനെ തുടർന്നാണ് പുതിയ മുന്നറിയിപ്പുമായി ഇപ്പോൾ രംഗത്ത് വന്നിരിക്കുന്നത്. സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് വാങ്ങി ഉപയോഗിക്കുന്നവർക്കും വാടകയ്ക്ക് നൽകുന്നവർക്കും മുന്നറിയിപ്പ് നൽകിയിരിക്കുകയാണ് മോട്ടോർ വാഹന വകുപ്പ്. സ്വകാര്യ വാഹനങ്ങൾ അനധികൃതമായി വാടകയ്ക്ക് നൽകുന്നതുമായി ബന്ധപ്പെട്ട് നിരവധി പരാതികളാണ് വകുപ്പിന് ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ച് അന്വേഷണം നടത്തി ദുരുപയോഗം തെളിഞ്ഞാൽ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നതുൾപ്പെടെ ഉടമയ്ക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്ന് ഗതാഗത കമ്മീഷണർ CH നാഗരാജു മുന്നറിയിപ്പ് നൽകി. കളർകോട് അപകടത്തിൽ മെഡിക്കൽ വിദ്യാർത്ഥികൾ മരിച്ചതിന്റെ പശ്ചാത്തലത്തിലാണ് വകുപ്പിന്റെ നടപടി. സ്വകാര്യ വാഹനങ്ങൾ മറ്റു വ്യക്തികളുടെ ഉപയോഗത്തിന് പണമോ പ്രതിഫലമോ വാങ്ങി നൽകുന്നത് മോട്ടോർ വാഹന നിയമപ്രകാരം ശിക്ഷാർഹമാണെന്ന് വകുപ്പ് വ്യക്തമാക്കി. അനധികൃതമായി വാടകയ്ക്ക് നൽകുന്ന സ്വകാര്യ വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ റദ്ദ് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള നിയമ നടപടികൾ വകുപ്പ് സ്വീകരിക്കും. വാഹന ഉടമയുടെ കുടുംബാംഗങ്ങൾ വാഹനം സ്ഥിരമായി ഉപയോഗിക്കുന്നത് നിയമവിരുദ്ധമല്ല. ബന്ധുക്കൾക്കോ സുഹൃത്തുക്കൾക്കോ അത്യാവശ്യ ഘട്ടങ്ങളിൽ പ്രതിഫലം കൂടാതെ വാഹനം ഉപയോഗിക്കാൻ നൽകുന്നതിലും തെറ്റില്ല. എന്നാൽ സ്വകാര്യ വാഹനങ്ങൾ സ്ഥിരമായി മറ്റു വ്യക്തികളുടെ ഉപയോഗത്തിനായി വിട്ടുനൽകുന്നതും സ്ഥിരമായി പല വ്യക്തികളെ വിമാനത്താവളം, റെയിൽവേ സ്റ്റേഷൻ, വിനോദസഞ്ചാര കേന്ദ്രങ്ങൾ തുടങ്ങിയ സ്ഥലങ്ങളിൽ കൊണ്ടുവരികയോ കൊണ്ടുപോവുകയോ ചെയ്യുന്നതും ശിക്ഷാർഹമാണ്. സ്വകാര്യ വാഹനങ്ങൾ റെന്റ് എ കാർ എന്ന നിലയ്ക്ക് വാടകയ്ക്ക് നൽകാൻ നിയമം അനുവദിക്കുന്നില്ല. എന്നാൽ മോട്ടോർ വാഹന നിയമപ്രകാരം റെന്റ് എ ക്യാബ് എന്ന നിയമാനുസൃത സംവിധാനം വഴി വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ അനുമതിയുണ്ട്. ഇത്തരത്തിൽ വാഹനങ്ങൾ വാടകയ്ക്ക് നൽകാൻ ലൈസൻസിന് അപേക്ഷിക്കുന്ന വ്യക്തികൾക്കോ സ്ഥാപനത്തിനോ 50-ൽ കുറയാത്ത ഓൾ ഇന്ത്യ ടൂറിസ്റ്റ് പെർമിറ്റുള്ള വാഹനങ്ങളും മറ്റ് അനുബന്ധ സൗകര്യങ്ങളും ഉണ്ടായിരിക്കണം. മോട്ടോർ ബൈക്ക് വാടകയ്ക്ക് നൽകുന്നതിനായി റെന്റ് എ മോട്ടോർ സൈക്കിൾ എന്ന സ്കീം പ്രകാരമുള്ള ലൈസൻസും നിയമപ്രകാരം നേടാവുന്നതാണ്. ഈ ലൈസൻസിന് അപേക്ഷിക്കാൻ ചുരുങ്ങിയത് 5 മോട്ടോർ ബൈക്കുകൾ ട്രാൻസ്പോർട്ട് വാഹനമായി രജിസ്റ്റർ ചെയ്തിരിക്കണം എന്നാണ് വ്യവസ്ഥ. ഇത്തരം വാഹനത്തിൽ കറുപ്പിൽ മഞ്ഞ നിറത്തിലാണ് രജിസ്ട്രേഷൻ നമ്പർ എഴുതേണ്ടത്. റെന്റ് എ ക്യാബ് പദ്ധതിയിൽ ഉൾപ്പെട്ട ഇലക്ട്രിക് വാഹനങ്ങളുടെ രജിസ്ട്രേഷൻ നമ്പർ പച്ച പ്രതലത്തിൽ കറുത്ത അക്ഷരത്തിൽ രേഖപ്പെടുത്തണം. ഇത്തരം നിയമപരമായ സംവിധാനങ്ങളിൽ കൂടി അനുവദനീയമായ തരത്തിൽ വാടകയ്ക്ക് നൽകുന്ന വാഹനങ്ങൾക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ്, പെർമിറ്റ്, വാടകയ്ക്ക് വാഹനം ഉപയോഗിക്കുന്നവരുടെ സംരക്ഷണത്തിന് കൂടി കവർ ചെയ്തിട്ടുള്ള ഇൻഷുറൻസ് പരിരക്ഷ എന്നിവ ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ പരിശോധിച്ച് ഉറപ്പാക്കിയ വാഹനങ്ങൾ മാത്രമാണ് പൊതുജനങ്ങൾക്ക് വാടകയ്ക്ക് നൽകാൻ അനുവദിക്കപ്പെട്ടിട്ടുള്ളത്. ജനങ്ങളുടെ സുരക്ഷ കണക്കിലെടുത്താണ് ഇത്തരം നിയന്ത്രണങ്ങൾ എന്നും മോട്ടോർ വാഹന വകുപ്പ് ചൂണ്ടിക്കാട്ടുന്നു. കള്ള ടാക്സി വിഷയത്തിൽ ശക്തമായ നടപടിയെടുക്കുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാറും മുന്നറിയിപ്പ് നൽകി. സ്വകാര്യ വാഹനങ്ങൾ പണം വാങ്ങി അനധികൃതമായി ഓടിക്കാൻ നൽകുന്നത് ശ്രദ്ധയിൽപ്പെട്ടാൽ ശക്തമായ നടപടി സ്വീകരിക്കും. RC ഉടമയുടെ ഭാര്യയ്ക്കോ മക്കൾക്കോ സഹോദരങ്ങൾക്കോ കൂട്ടുകാർക്കോ വാഹനം ഓടിക്കാം. അത് പാടില്ലെന്നല്ല എന്നാണ് ഗതാഗത കമ്മീഷണർ പറഞ്ഞത്. ഒരു ബന്ധവുമില്ലാത്ത ആളുകൾക്ക് വാഹനം പണം വാങ്ങിച്ച് ഓടിക്കാൻ കൊടുക്കരുതെന്നാണ്. ഇക്കാര്യത്തിൽ ഇനി വിട്ടുവീഴ്ചയില്ലെന്ന് ഗണേഷ് കുമാറും വ്യക്തമാക്കി. മോട്ടോർ വാഹന വകുപ്പ് ഇത്തരം നിയന്ത്രണങ്ങൾ ഏതെങ്കിലും അപകടമുണ്ടാകുമ്പോൾ വെളിപാട് പോലെ പ്രഖ്യാപിക്കേണ്ടതാണോ എന്നാണ് ഇപ്പോൾ പൊതുവിൽ ഉയരുന്ന ചോദ്യം.